ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കരടിന് ഒമാൻ ഷൂറ കൗൺസിൽ അംഗീകാരം നൽകി. മന്ത്രിസഭാ കൗൺസിൽ സമർപ്പിച്ച കരട് വിശദമായ ചർച്ചകൾക്കും പരിശോധനകൾക്കും ശേഷമാണ് ഷൂറ കൗൺസിൽ അംഗീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒമാൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് വ്യാപാര കരാർ തയ്യാറാക്കുന്നത്. ഈ മാസം 17-18 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാൻ സന്ദർശിക്കുമെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് ഷൂറ കൗൺസിലിന്റെ സുപ്രധാന തീരുമാനം. ഷൂറ കൗൺസിൽ ചെയർമാൻ ഖാലിദ് ബിൻ ഹിലാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കരാറിന്റെ കരട് വിശദമായി ചർച്ച ചെയ്തു. ദേശീയ വികസനത്തിന് മുൻഗണന നൽകുന്നതും സാമ്പത്തിക രംഗത്തെ മത്സരക്ഷമത ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതുമാണ് കരാറെന്ന് ഷൂറ കൗൺസിൽ വിലയിരുത്തി. സാമ്പത്തിക ധനകാര്യ സമിതി സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ചർച്ചയും തുടർ നടപടികളും. ഒമാൻ വാണിജ്യ വ്യവസായ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ സമിതി കരാറിന്റെ വിവിധ വശങ്ങൾ വിലയിരുത്തി. കരാർ യാഥാർത്ഥ്യമായാൽ പ്രാദേശിക വിപണിയിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും ലഭിക്കാവുന്ന അവസരങ്ങൾ എന്നിവയും പരിശോധിച്ചു. കസ്റ്റംസ് തീരുവകൾ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ ഉഭയകക്ഷി വ്യാപാരം വിപുലപ്പെടുത്താനും കരാർ സഹായകമാകും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്നതാകും കരാറെന്നാണ് ഷൂറ കൗൺസിലിന്റെ വിലയിരുത്തൽ. ഷൂറ കൗൺസിൽ അംഗീകരിച്ച കരട് തുടർ നടപടികൾക്കായി മന്ത്രിസഭാ കൗൺസിലിന് കൈമാറി. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.